എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുഖമല്ല എല്ലാവരും സുഖമായിട്ടിരിക്കാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഭയങ്കര എക്സൈറ്റഡ് ആയ ഒരു ദിവസം കേട്ടോ. നാട്ടിലേക്ക് പോവാണ്. 2 മാസമായി ഈ കഴിഞ്ഞ മാസം പോയിട്ട് വന്നതാണ് കേട്ടോ. ഒരു വീട്ടിൽ കൂടുതലുണ്ടായിട്ട് ഇപ്പോൾ പിന്നെയും പോവാന്ന് അയ്യൻ്റെ ഫ്രണ്ട് വീട്ടിൽ കൂടുതലായിട്ട്. അപ്പം 2 ദിവസം മുന്നേ പോകുന്നുണ്ട്. എല്ലാവരുമായിട്ടൊന്ന് സ്പെൻഡ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ അനിയനുണ്ട് ഇവിടെ, അവനും നമ്മളെ കൂടെ തന്നെ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്താ ഇറങ്ങാൻ പോവുകയാണ്. ബാഗൊക്കെ റെഡിയാക്കി. ഇനി നമുക്ക് നോർത്ത് നിന്നാണ് ട്രെയിൻ 7 മണിക്കാണ്. ഇപ്പോൾ സമയം 5:30 ആവാനായി. ഇന്ന് എവിടെയും പുറത്ത് പോയിട്ടുണ്ടായിട്ടില്ല. ഇന്ന് ഫുൾ ഇവിടെ എനിക്ക് കുറച്ച് ദിവസം ലീവ് ഇന്ന് കിട്ടിയോണ്ട് ഫുൾ ക്ലീനപ്പും അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മൾ പോകുന്നതിന് മുമ്പേ വീട് അടിപൊളിയാക്കി വെക്കണമല്ലോ. എനിക്കത് ഭയങ്കര പെർഫെക്റ്റ് ഉള്ളൊരു മീൻസ് എനിക്കത് മസ്റ്റായ ഒരു കാര്യമായിരുന്നു. വീട് നമ്മളെവിടെയും പോകുന്നുണ്ടെങ്കിൽ വീട് അടിപൊളിയായിരിക്കണം. അപ്പോൾ തിരിച്ചു വരുമ്പോൾ എന്തായിട്ട് നല്ല ഇതുണ്ടാവുമല്ലോ. അപ്പം അതൊക്കെ സെറ്റ് ചെയ്യലായിരുന്നു. അവിടെ നല്ല ബിസി ആയിരുന്നു. എവിടെയും പോകാൻ പറ്റിയിട്ടില്ല. പോകണമെന്നുണ്ടായിരുന്നു. പിന്നെ ഫുൾ ടയേർഡ്. ഇന്നലെ നല്ല ലേറ്റായി വരാൻ വേണ്ടിയിട്ട് പുറത്ത് പോയിട്ട് അതിൻ്റെ ഒരു പ്രശ്നമെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഇന്നിനി വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ ഇറങ്ങാൻ സമയമായിട്ടോ. ബാക്കി എല്ലാ വിശേഷങ്ങളും വഴിയെ കാണാം. അപ്പം നമ്മൾ മെട്രോയിലുള്ള കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു നോക്കൂ, പറയാറാ. എറണാകുളത്ത് ഒരു ദിവസം വന്നിട്ട് എങ്ങനെയുണ്ട്? അങ്ങനെയല്ല, നമ്മൾ ആദ്യമായിട്ട് വീടെടുത്തിട്ട് വന്നതല്ലേ. എങ്ങനെയുണ്ട് നോക്കിയിട്ട് പറയാറാ. ഒരു ദിവസത്തേക്ക് വന്നതാണ്. അത് ചടപടി ഓട്ടായി പോയി. ഇനി വേറൊരു ദിവസം അമ്മയും അച്ഛനും എല്ലാവരും കൂടെ അങ്ങ് ഒരുമിച്ച് വരട്ടെ. അപ്പം നമുക്ക് പ്ലാൻ ചെയ്തിട്ട് വേറെ എല്ലായിടത്തും പോവാം അല്ലേ. അപ്പം 7 മണിക്കാവുന്ന ട്രെയിന്. ഇവിടുന്ന് കയറിയിട്ട് നേരെ അങ്ങോട്ടേക്ക് പോകും. കൊതു പിടിക്കുന്നുണ്ട് കേട്ട്. കുറേ സമയം വന്നിട്ട് ഞാനൊരു മണിക്കൂറായില്ലേ കഴിച്ചാ കഴിച്ചില്ലേ? ഇല്ല, ചെറുതായിട്ട് 2-3 ഇഡലിയും ഒരു വടയും. ആയിക്കോട്ടപ്പ. അങ്ങനെ നമ്മളിതാ സ്റ്റേഷനിൽ കറക്റ്റ് ടൈമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ എത്തുമ്പോഴത്തേക്ക് അകിയേട്ടൻ നേരത്തെ വന്നു. ഏട്ടൻ ഓഫീസ് വിട്ട് വരുന്നതുകൊണ്ട് നേരത്തെ വന്നു. കറക്റ്റ് 7 മണിയായപ്പോൾ ട്രെയിൻ വന്നു കേട്ടോ. ചില സമയത്ത് ഈ ട്രെയിൻ ലേറ്റ് ആയിട്ടുള്ള വരുന്നത്. വന്ദേ ഭാരത് ഈ ടൈമുണ്ട്, 7:30 വന്ദേ ഭാരത് പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലേറ്റ് ആവാറുണ്ട്. പക്ഷേ ഇന്ന് കറക്റ്റ് ടൈമിനാണ് വന്നത്. കറക്റ്റായിട്ട് ട്രെയിൻ വരികയും ചെയ്ത്. അങ്ങനെ നമ്മൾ വേഗം ട്രെയിൻ വന്നപ്പാടിന് നമ്മൾ D2ലാണ് കേട്ടോ. D2 വേഗം കയറി. ഇപ്പോൾ ആപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വേഗം മനസ്സിലാവും എവിടെയൊക്കെയാണ് പോയി നിൽക്കേണ്ടത് എന്നൊക്കെ. പണ്ടൊക്കെയാണ് കോച്ചൊക്കെ പോയി നോക്കേണ്ടത്, ചോദിക്കേണ്ടതൊക്കെ. ഇപ്പം ഈസി ആയിട്ട് നമുക്ക് ഏത് പ്ലാറ്റ്ഫോമാണ്, ഏത് കോച്ചിലാണ് എല്ലാം വേഗം മനസ്സിലാവും. അപ്പോൾ കോഴിക്കോട് എത്തിയിട്ടേ ഉള്ളൂ. കോഴിക്കോട് എത്തിയ സ്റ്റോപ്പിൽ എല്ലാവരും ഇറങ്ങിയപ്പാട് ഇതാ ആരും ഇല്ലാണ്ടായി കേട്ടോ. നമ്മൾ ഈ നടുക്കാൻ നമുക്ക് സീറ്റ് കിട്ടിയത്. എപ്പോഴും ഇടയിലായിട്ടാണ് കിട്ടാറ്. അപ്പോൾ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് കാലൊന്നും നിവർത്താൻ പറ്റാറില്ല. പക്ഷേ ഈ പ്രാവശ്യം നടുക്ക് കിട്ടിയതുകൊണ്ട് ഭയങ്കര സുഖമായിട്ട് ഫ്രീ ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കോഴിക്കോട് നിന്ന് വിട്ടിട്ടേ ഉള്ളൂ. കോഴിക്കോട് വിട്ടപ്പോൾ തന്നെ അത്യാവശ്യം ആൾക്കാർ മുഴുവൻ ഇറങ്ങി. ഇനി ആകെ 2 സ്റ്റോപ്പ് പറയാൻ വേണ്ടിയിട്ട് വടകരയും നമ്മളെ കണ്ണൂരേ ഉള്ളൂ കേട്ടോ. പകിയായിട്ട് ഇവിടുന്ന് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇരുന്നപ്പോൾ മുതലാക്കിയിട്ട് അവിടെ നമ്മൾ എറണാകുളത്ത് കയറിയ മുതലാക്കിയേട്ടന് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ബുക്ക്. അപ്പം ഞാൻ ഇത് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നേരത്തെ ഇത് പറയുന്നതൊന്നും വലിയ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല. മാസ്കും കൂടി ഇട്ടോണ്ടേ തീരെ വയ്യായിരുന്നു. ഈ കാറ്റ് കൊണ്ടിട്ട് ഭയങ്കര ചുമയായിരുന്നു. എനിക്ക് ഈ പനി വന്നാലും തണുപ്പ് പിടിച്ചാലും അതാ പ്രശ്നം. കുറച്ച് കഴിയുമ്പോൾ അത് ഭയങ്കര ചുമയായിട്ടായിരിക്കും. അതെല്ലാം ലാസ്റ്റ് ഒരു കൊട്ടിക്കലാശം വേദന ചുമയായിട്ടാണ്. ഞാൻ മാസ്ക് ഇട്ടുകൊണ്ട് തന്നെ ഇരുന്നു. നോർമലായിട്ട് മാസ്ക് ഊരിയിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഇപ്പം മാസ്ക് ഇല്ലാണ്ട് ഒരാൾ ഇരിക്കുന്നുണ്ടെങ്കിൽ, തുമ്മിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ മാസ്ക് ഇട്ടിട്ട് ചുമക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഫുൾ മാസ്ക് ഇട്ടിരുന്നു. രാത്രി ആകുമ്പോഴത്തേക്ക് സെറ്റായിട്ടോ. അഗേട്ടിന് വരച്ചതാട്ടോ. ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്. വീഡിയോ ചെയ്യാറുണ്ടോ? ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ചെയ്യാറുണ്ടോ? എവിടെ കണ്ട പോലെ തോന്നി വരച്ചു കഴിഞ്ഞപ്പോൾ. നല്ലിട്ടല്ലേ.
നമുക്ക് എടുക്കാവോ? എനിക്ക് വരക്കൊന്നുമില്ല, കുറവ് ഞാൻ ഇത്ര വരക്കില്ലേ. നന്നായിട്ടുണ്ട്. ഇല്ലേ നീ എന്നെയാണ്. ഓ എനിക്ക് ഭാഗ്യേട്ടനെ ഇങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ ഭയങ്കര സർപ്രൈസിങ് ആയി പോയി കേട്ടോ. ആദ്യമായിട്ടാണ് ഒരാളിങ്ങനെയൊക്കെ ഞാൻ കാണുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഒരാളിങ്ങനെ വരച്ചിട്ടൊക്കെ കൊണ്ടുതരുന്നത് കാണുന്നത്. പിന്നെ ഇവൻ നമ്മളെ കോളേജിൽ പഠിക്കുന്നത് കേട്ടോ, എസ് എൻ കോളേജിൽ. അതെനിക്ക് അറിയില്ലായിരുന്നു. അക്കുവാന്ന് പിന്നെ പറഞ്ഞത് എസ് എൻ കോളേജിൽ പഠിക്കാന്ന്. അപ്പം ഞാൻ ഇവൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അനേച്ച് എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ ഐഡിയ വന്നിട്ട് അപ്പം അതിൽ കയറി നോക്കിക്കോളൂ. ഒരുപാട് വീഡിയോസ് അവൻ ചെയ്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കണ്ണൂരെത്തുമ്പോഴത്തേനും നല്ല മഴയായിരുന്നു. വടകര കഴിഞ്ഞപ്പോൾ തന്നെ മഴക്കാറ് മീൻസ് മഴ പാറിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. കണ്ണൂരെത്തുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒരു പാറൽ മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ ഈ ലാസ്റ്റ് സ്റ്റോപ്പ് ആയതുകൊണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരൊന്നും ഇറങ്ങാനുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലായിട്ടോ ഇറങ്ങിയത്, അല്ല തേർഡിലാണ് ഇറങ്ങിയത്. ഇനി ഫസ്റ്റിലേക്ക് പോകണം. അപ്പം സബ്വേയിലൂടെയാണ് പോകുന്നത്. അപ്പോൾ സബ്വേയിൽ പോകുന്ന വഴിക്ക് അപ്പുറം ഇപ്പുറം കുറേ ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിട്ട് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഈ ഡ്രോയിങ്സ് ആർട്ട് ചെയ്യുന്ന ആൾക്കാരെ, അതായത് ഏത് ആർട്ട് ഫോം ആയിക്കോട്ടെ, ഭയങ്കര സ്കില്ലാട്ടോ അവർക്ക്. അത് പറയാണ്ടിരിക്കാൻ വയ്യ, ഭയങ്കര സ്കില്ലാണ്. പ്രത്യേകിച്ച് ഈ സ്പോട്ടിലൊക്കെ ഇങ്ങനെ വരക്കുന്ന ആൾക്കാർക്ക് അതിലും ഭയങ്കര സ്കില്ലാണ്. ദൈവം അത് അറിഞ്ഞുകൊണ്ട് ഓരോ ആൾക്കാർക്ക് കൊടുക്കുന്നതാണ്. അടിപൊളിയായിരുന്നു ഇന്നത്തെ ട്രെയിൻ യാത്രയിൽ ഏറ്റവും സർപ്രൈസിങ് ആയിട്ടുള്ള അടിപൊളി സംഭവമായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. പുറത്തെത്തുമ്പോഴത്തേക്ക് നല്ല മഴ പെയ്യാൻ തുടങ്ങി. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴ പെയ്യാൻ തുടങ്ങി. ഏകദേശം ഇതിപ്പം ഒരു 12:30 ആയി കേട്ടോ. 12:30ക്കാണ് ട്രെയിൻ അവിടെ എത്തിയത്. മഴ പെയ്തപ്പോഴത്തേക്ക് അർജു ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അർജു കാർ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം തന്നെ നല്ല ക്രൗഡഡ് ആയതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് വേഗം പോയി കയറുക ചെയ്തത്. അല്ലെങ്കിൽ പിന്നെയും ബ്ലോക്ക് നല്ലോണം കൂടുമല്ലോ. നല്ല മഴ പെയ്യുമ്പോൾ ബ്ലോക്ക് കൂടിക്കൂടി വരുമല്ലോ. അപ്പം നമ്മൾ വേഗം കാറിൽ ഓടിക്കയറി. അങ്ങനെ അർജു കൂട്ടാൻ വന്ന് അപ്പോഴത്തേക്കും നിച്ചു എല്ലാം നേരത്തെ കിടന്നുറങ്ങി. നമ്മൾ ലേറ്റ് ആയല്ലോ എത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യം നിച്ചു പൊന്നൊന്നും വന്നിട്ടില്ല, ലേറ്റ് ആകുന്നതുകൊണ്ട്. അർജു കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 3 നാളും അതിൽ കയറിയിട്ട് നേരെ വീട്ടിലേക്ക് വിട്ട്. പോകുന്ന വഴിക്ക് വലിയ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. റോഡ് ഭയങ്കര ഫ്രീ ആയിരുന്നു. നമ്മൾ വളവട്ടം പാലം കഴിയുമ്പോഴത്തേക്ക് മഴയിൽ നിന്ന് നമ്മൾ പവശ്ശേരിയിൽ ഒന്നും മഴ പെയ്തിട്ടേ ഇല്ല. അങ്ങനെ പഞ്ചായത്തിന് താഴത്തോട്ടെത്തി. നമ്മൾ വീട്ടിലേക്ക് എത്തി. അനിയൻ അങ്ങനെ അപ്പുറത്തേക്കും പോയി, മൂത്താൾ കൂട്ടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്താ നമ്മളങ്ങനെ നാട്ടിലെത്തിയ ഒരു ഹാപ്പിനെസ് ആയിരുന്നു. ഈ യാത്ര അടിപൊളിയായിരുന്നു, ഭയങ്കര ഒരു മെമ്മറബിൾ യാത്രയായി. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം വരാം. അതുവരേക്കും ഇറ്റ്സ് സ്റ്റിൽ ദാൻ ബൈ ഫ്രം ആതിര അഖിൽ. ബൈ ബൈ.